ദുരൂഹമായ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അന്വേഷണം കൃത്യമായ രീതിയിൽ മുമ്പോട്ട് പോയിട്ടില്ല, ഇപ്പോഴല്ല മുമ്പ്. കാരണം ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ട 2010 അവിടെയുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ മൃതശരീരം യൂണിഫോം അടക്കം ബാഗോട് കൂടി സംസ്കരിക്കേണ്ടി വന്ന, കുഴിച്ചുമൂടേണ്ടി വന്ന, അതും അവിടെയുള്ള മേൽനോട്ടക്കാരുടെ നിർദ്ദേശപ്രകാരം ഈ മേൽത്തോട്ടക്കാരും അതുപോലെ അവിടെയുള്ള ഉന്നത കുലജാതിക്കാരായ ആളുകളും ഒക്കെ ചേർന്ന് എന്തൊക്കെയോ ദുരൂഹമായി അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വെളിച്ചത്ത് വരുന്നത്. കാരണം 100 കണക്കിന് ആളുകളുടെ എന്നാണ് ആ ശുചിത്വ തൊഴിലാളി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു കേസിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ഇവർക്ക് സംരക്ഷണം പോലും കോടതിയിൽ ഇവർ സംരക്ഷണം ആവശ്യപ്പെടുകയും പോലീസ് 2025 മെയ് 3 ഭാരതീയ ന്യായ സംഹിതയുടെ 211A പ്രകാരം പോലീസ് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2012 സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പീഡന കൊലപാതകം അവിടെ നടക്കുകയും അവിടെ അതേ തുടർന്ന് വൻ പ്രക്ഷോഭവും പ്രതിഷേധവും നടക്കുകയും ഒരുപാട് പാർട്ടികൾ അതുപോലെ സംഘടനകൾ ആ സംഭവത്തെ വൻ പ്രക്ഷോഭത്തോടു കൂടി രംഗത്ത് വരികയും CBI അന്വേഷണം അടക്കം ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് അന്വേഷണം നടന്നു അതിൽ. പക്ഷേ ആ സമയത്ത് മറ്റൊരു സംഭവം വെളിച്ചത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ 2000 മുതൽ 2012 വരെ ഒരുപാട് അസ്വാഭാവിക മരണങ്ങൾ ആ ഒരു ബൽത്തങ്ങാടി താലൂക്കിൽ ധർമ്മസ്ഥല ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ശക്തമായ പ്രതിഷേധം ആ സമയത്ത് ഉണ്ടാവുകയും പാർട്ടികളും അതുപോലെ സംഘടനകളൊക്കെ രംഗത്ത് വന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും, പക്ഷേ കൃത്യമായ അന്വേഷണം ആ സമയത്തൊന്നും നടന്നിട്ടില്ല. പക്ഷെ പിന്നീട് സർക്കാർ ഇടപെട്ടുകൊണ്ട് 2016 കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ കീഴിൽ കമ്മിറ്റി ഓൺ പ്രിവെൻഷൻ ഓഫ് ക്രൈംസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന പേരിൽ ഒരു സമിതി രൂപീകരിക്കുകയും VS ഉറുഗപ്പയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്തു. ആ അന്വേഷണത്തിൽ ഉറുഗപ്പയുടെ നേതൃത്വത്തിലുള്ള അധ്യക്ഷനായുള്ള ആ സമിതി കണ്ടെത്തിയത് അവിടെ അസ്വാഭാവിക മരണങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. 500ഓളം ആളുകളുടെ, സ്ത്രീകളുടെ അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് സർക്കാരിനോട് ഈ ഉറുഗപ്പയുടെ നേതൃത്വത്തിലുള്ള സമിതി ഒരു SIT രൂപീകരിച്ചുകൊണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണത്തിനായി ആവശ്യപ്പെടുകയും, പക്ഷേ അത് കൃത്യമായി പിന്നീട് തുടർ അന്വേഷണങ്ങളൊന്നും നടക്കാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആരുടെയൊക്കെയോ ഇടപെടൽ ആ സമയത്ത് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സംശയിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ നടന്ന സംഭവത്തിൽ ഈ ഒരു ശുചിത്വ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടക്കുന്നുണ്ട്, കോടതിയുടെ ഇടപെടലുണ്ട്. ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് ആ ഒരു ശരീരഭാഗങ്ങളൊക്കെ എവിടെയാണ് മറവ് ചെയ്തത് എന്നുള്ളത്